ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ എവിടെ പോയതായിരുന്നു? മുഖത്ത് നോക്കടാ. ഈ ഡ്രൈവർ പയ്യനെ സാറ് കൂടെ കൂട്ടിയത് കൊണ്ട് ഇയാൾക്ക് എല്ലാ സ്ഥലവും കാണാൻ പറ്റുമല്ലേ? ഞാൻ ഡ്രൈവ് ചെയ്യാൻ പഠിച്ച സാറിനപ്പോ ഒരു മകളെ പോലെ ഡ്രൈവറായിട്ട് ഞാൻ വന്നാലോ? അയ്യടാ, അപ്പോഴും എനിക്കിട്ട് പാര വെക്കുന്ന കാര്യ മനസ്സില് അല്ലേ? എന്നാ താൻ കേട്ടോ, ഞാൻ ഇവരുടെ കുടുംബത്തിൽ നിന്ന് മാറിപ്പോകുന്ന പ്രശ്നമേ ഇല്ല. നിന്നെ ഞങ്ങൾ വിടുന്ന പ്രശ്നവും ഇല്ല. നീ പെണ്ണ് കെട്ടിയാലും പെണ്ണിനെ കൊണ്ട് അവിടെ തന്നെ കുടിക്കോ. ഡ്രൈവർ പയ്യനെ കെട്ടിച്ചു കൊടുക്കാൻ പോവാണോ? എന്ത്? ഞാൻ പെണ്ണിട്ടേ പറ്റൂലേ? പറ്റും, പക്ഷേ തന്റെ വായടയ്ക്കാൻ പറ്റുന്ന 3 കൊമ്പുള്ള കാണ്ടാമൃഗത്തെ പോലൊരു പെണ്ണ് വേണം. പിന്നെ ഇല്ലെങ്കിൽ തന്നെ സഹിക്കാൻ അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിലും 3 കൊമ്പുള്ള കാണ്ടാമൃഗത്തെ പോലത്തെ ഒരു പെണ്ണിനെയാ ഞാൻ നോട്ടിട്ടിരിക്കുന്നത്. ചിന്നുന്ന അവളുടെ പേര്. നേരെ നോക്കി വണ്ടി ഓടിക്കടാ. ഓ, നിന്റെ മോളെവിടെ? നിന്റെ മോളെവിടെയെന്ന്? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലടി, എന്റെ അനുവാദമില്ലാതെ അവളെ ഇവിടുന്ന് പുറത്തു വിടരുതെന്ന്. നീ നിന്റെ മോളെ കെട്ടഴിച്ചു വിട്ടിരിക്കുകയാണോടി? മഹിയുടെ കയ്യിലുള്ള പണം കണ്ട് നീ അവൾക്ക് സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയാണോന്ന്? ആണോടി? എന്താമ്മേ, എന്താ പ്രശ്നം? എന്താ പ്രശ്നമെന്നോ? നിന്റെ അനിയൻ എവിടെ പോയെന്ന് നിനക്കറിയാമോ? നിന്റെ അച്ഛൻ എവിടെയാണെന്ന് നിനക്കറിയാമോ? അച്ഛന്റെ അസാന്നിധ്യത്തിൽ ഈ വീട്ടിലെ കാര്യങ്ങൾ നോക്കേണ്ടവനാണ് നീ. അല്ലാതെ ഒരു പെണ്ണിനെ കൊണ്ടുവന്നു എന്ന് കരുതി ഏതു നേരവും അവളുടെ അടുത്ത് അവളുടെ സാരിത്തുമ്പിൽ പിടിച്ച് നടക്കേണ്ടവനല്ല നീ. ഒരു ദിവസം ഞാൻ മാറി നിന്നപ്പോ ഇവിടെ ഇങ്ങനെ. അതിനെന്തിനാ അമ്മ പ്രശ്നം ഉണ്ടാക്കുന്നേ? അച്ഛനും മഹിയും ഒരു സ്ഥലം നോക്കാൻ പോയതാ. സ്ഥലം നോക്കാൻ വീട്ടിലെ ജോലിക്കാരെ കൊണ്ടാണോ പോകുന്നത്? അതോ ഇനി അവരുടെ പേരിലാണോ സ്ഥലം വാങ്ങുന്നത്? അച്ഛനും മഹിയും പോകാനിരുന്നതാ. അതിനിടയ്ക്ക് ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായെന്ന് അമ്മയ്ക്കറിയോ? അമ്മയുടെ പ്രായമുള്ള സ്ത്രീയെ തല്ലുന്നത് വലിയ പാപമാണെങ്കിൽ തല്ലണ്ട. ഈ സ്ത്രീയെ എന്റെ ഭാര്യയുടെ മാപ്പ് പറയട്ടെ. ചിന്നുവിനെ പിടിച്ച് ഇവള് തള്ളിയപ്പോ സീതയ്ക്കത് ഇഷ്ടായില്ല. കൈവിട്ട് ചെയ്തു പോയതാ, ചെയ്തു പോകും. അങ്ങനെയായിരുന്നു അവളുടെയും വർത്തമാനം. അതിനെ ഇവന്റെ അമ്മയുടെ പ്രായമുള്ള സീതയെ കൊണ്ട് ഇവളുടെ കാലിവൻ പഠിപ്പിച്ചു. ഇതൊക്കെ കണ്ട് വല്ലാതെ വിഷമിക്കുന്നത് കണ്ടപ്പോ അവരോടൊപ്പം ചിന്നുവിനെയും കൊണ്ടുപോയി. അത്ര നിസ്സാരമാണോ അത്? നീലിമ ഇപ്പൊ പറഞ്ഞത് അംഗീകരിച്ചാലും മറ്റൊരു ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. ചന്ദ്രലേഖ എവിടെയെന്ന ചോദ്യം. എന്താ അവൾക്കും
വലിയ മാനസിക വിഷമമായിരുന്നോ? ചിന്നുവിന് ഒരു കൂട്ടായി ചന്ദ്രമതിയോട് പോകാൻ പറഞ്ഞത് ഇവിടുത്തെ അമ്മയാ, ഭാനുമതി അമ്മ. ഓ, അതിലിപ്പോ എന്താ തെറ്റുന്ന അമ്മ എന്നോട് ചോദിച്ചത്? അമ്മയുടെ കണ്ണിലൂടെ നോക്കുമ്പോ മാത്രോ അത് ശരി. ആരും എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. നിന്റെയും നിന്റെ മോളുടെയും അഴിഞ്ഞാട്ടമൊക്കെ ഈ വീടിന്റെ ഗേറ്റിന് പുറത്ത്. നീ ഇവളെ തല്ലിയെങ്കിൽ ഇവൾക്ക് ഭർത്താവുണ്ട്. ഇവിടുത്തെ മറ്റു കാര്യങ്ങൾ ഒന്നും അറിയുന്നില്ലെങ്കിലും അവൻ ഭാര്യയുടെ കാര്യമൊക്കെ അറിയുന്നുണ്ട്. നിങ്ങളെന്താ എല്ലാരും കൂടി പുറത്തു നിൽക്കുന്നത്? രമേ, നീ പോന്നു? ഞാൻ വന്നതാണോ കുറ്റം? അതോ ഞാൻ ഇനി വരില്ലാന്ന് കരുതിയോ? നീ എവിടെ പോയതായിരുന്നു? മുഖത്ത് നോക്കടാ. എനിക്ക് വേണ്ടി ഈ പാവത്തിന് തല്ലരുത്. ഇവന്റെയും എന്റെയും ഇടയ്ക്ക് വക്കാലത്ത് പറയുന്നോടി നീ. നീ ആരാ ഇവന്റെ സൈഡ് പിടിക്കാൻ? നീ എവിടെ പോയിരുന്നതാ? ചോദിക്കാതെയും പറയാതെയും പോവാൻ നിന്നോടാരാ പറഞ്ഞേ? ഡാടാ മതിയാക്ക്. അവൻ വന്നത് എന്റെ കൂടാ. നിന്നെ കൊണ്ടൊരു ഉപകാരമില്ലല്ലോ.